ഒരു ഒന്നൊന്നര മൈൻഡ് ഗെയിം. ഇത് കളിച്ചത് നമ്മുടെ ബിഗ് ബോസ് ആണ്, അല്ലാതെ അനീഷ് അല്ല. പലരും പറയുന്ന കേട്ടു അനീഷിൻ്റെ മൈൻഡ് ഗെയിമാണെന്ന്. ഒരു പരിധി വരെ അനീഷിൻ്റെ മൈൻഡ് ഗെയിം ഉണ്ടെങ്കിലും ഗെയിം മൊത്തത്തിൽ കളിച്ചത് നമ്മുടെ ബിഗ് ബോസ് ആണ്. അതായത് ബിഗ് ബോസിന് അറിയാം ബിഗ് ബോസ് എന്താണ് കൊടുത്തിരിക്കുന്നത്, ആര് എന്ത് ചെയ്യും എന്നുള്ള രീതി ബിഗ് ബോസിന് അറിയാം. അതേ രീതിയിൽ കാര്യം എങ്ങനെ മുന്നോട്ട് പോകത്തുള്ളൂ. അപ്പം നമ്മുടെ അനീഷിന് കിട്ടിയത് മിണ്ടാതിരിക്കുക എന്നുള്ളതാണ്. അനീഷ് ആ ടാസ്ക് വായിച്ചപ്പോൾ തൊട്ട് മിണ്ടാണ്ടിരിക്കുകയാണ്. രണ്ടാമതും മൂന്നാമതും നിൽക്കുന്ന ആൾക്കാർക്ക് എന്താണ് കിട്ടിയത് എന്നതുപോലും അനീഷ് നോക്കുന്നില്ല. അനീഷ് അപ്പം തൊട്ട് ടാസ്ക് ആരംഭിച്ചു. അത് അനീഷിൻ്റെ ഗെയിമാണ്. കാര്യം അത് ഞാൻ ഇത് ഇപ്പോൾ തൊട്ട് ആരംഭിക്കൂ എന്ന് പറയുന്നത് ആ വായിക്കുന്ന മുതലാണല്ലോ, അതുകൊണ്ട് മിണ്ടാണ്ടിരുന്നതാണ് ആൾ. പക്ഷേ ബിഗ് ബോസ് പറഞ്ഞിട്ട് പോലും അനീഷ് ചെയ്തില്ല. അതിന് അനീഷിൻ്റെ ഭാഗത്തൊരു ന്യായമുണ്ട്. കാര്യം എന്ന് പറയുന്നത് നേരത്തെ ടാസ്കിന് ബിഗ് ബോസ് പറഞ്ഞിരുന്നു ഫാമിലി റൗണ്ട് വരാൻ പോകുകയാണെന്ന്. അത് എപ്പം വരും എന്ന് ചോദിക്കാഞ്ഞത് നമ്മുടെ തെറ്റാണ്. പക്ഷേ ബിഗ് ബോസ് പറഞ്ഞത് നമ്മുടെ ഫാമിലി റൗണ്ട് വരാൻ പോകുകയാണ് എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇതിലേക്ക് 3 പേരെ സെലക്ട് ചെയ്യൂ എന്ന രീതിയിൽ പറഞ്ഞപ്പോൾ അത് ബിഗ് ബോസ് കളിച്ചൊരു മൈൻഡ് ഗെയിം ആണല്ലോ, അപ്പോൾ അതുപോലെ തന്നെ ആണെങ്കിലോ ഇത് എന്ന രീതിയിലാണ് അനീഷ് ചിന്തിച്ചത്. അത് അനീഷിൻ്റെ ഭാഗത്ത് ന്യായമാണ് കേട്ടോ, നമുക്കൊന്നും പറയാൻ പറ്റില്ല. കാര്യം ബിഗ് ബോസ് ആണ്, ഏഴിൻ്റെ പണിയാണ്. പക്ഷേ പിന്നീട് ഇവർക്ക് രണ്ടുപേർക്കും കിട്ടിയത്, അതായത് നമ്മുടെ ആര്യനും ജിസേലിനും കിട്ടിയത് എന്ന് പറയുന്നത്, ആര്യന് കിട്ടിയത് ജ്യൂസ് കുടിക്കുക, ജിസേലിന് കിട്ടിയത് മുട്ടയടിക്കുക. ജിസേൽ എന്തായാലും ചെയ്യാൻ പോകുന്നില്ല. പിന്നെ ഇവർ രണ്ടുപേർ ചർച്ച ചെയ്ത് തീരുമാനിക്കുന്നത് പറഞ്ഞാൽ ആര്യനും എടുക്കാൻ പോകുന്നില്ല. പക്ഷേ ഇവർ രണ്ടുപേരിൽ ആരെങ്കിലും ഒരാൾ, അല്ലെങ്കിൽ അനീഷോ ആയിക്കോട്ടെ, ഈ ഒരു കാര്യം ഏറ്റെടുത്തിരുന്നെങ്കിൽ അപ്പോഴായിരുന്നാണ് ബിഗ് ബോസിനെ കടത്തി വെട്ടുന്ന മൈൻഡ് ഗെയിമർ ആവുന്നത് അല്ലേ. അല്ലാതെ കിട്ടിയ ടാസ്ക് പിടിച്ച് മിണ്ടായിരിക്കുന്നത് ഒരിക്കലും ഒരു മൈൻഡ് ഗെയിമറായിട്ട് എനിക്ക് തോന്നിയില്ല. അവിടെ അനീഷിന് പറഞ്ഞ ഭാഗം ന്യായമായിരിക്കാം. അത് ഈ വീക്കെൻഡിൽ മാത്രമേ നമുക്ക് പറയാൻ പറ്റൂ. ആ ലാലേട്ടൻ വന്നിട്ട് എന്ത് പറയുന്നു എന്ന് നോക്കിയിട്ട് മാത്രമേ നമ്മുടെ അനീഷിൻ്റെ മൈൻഡ് ഗെയിം ആണോ എന്നൊന്നും പറയാൻ പറ്റൂ. കാര്യം ഇത് ബിഗ് ബോസ് ആണ്, ഏഴിൻ്റെ പണിയാണ് അല്ലേ. എന്തായാലും ആര്യനും ജിസയിലും ആർക്കും വേണ്ടിയിട്ട് ഇവരെ മുടി മൊട്ടയടിക്കേണ്ട ആവശ്യമില്ലെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. മൈൻഡ് ഗെയിമൊക്കെ ഒരു വഴിക്ക് കിടക്കും, പക്ഷേ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് നമ്മൾ മുടി മൊട്ടയടിക്കേണ്ട ആവശ്യം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ. അത് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനാണ്. കാര്യം ഇത് ആര്യൻ്റെ കാര്യം വെച്ച് നോക്കുമ്പോൾ ആര്യന് ഓൾറെഡി ഡ്രസ്സും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. ജിസേലിന് ഡ്രസ്സ് കിട്ടുമെന്ന് പോലും ഇല്ല. കാര്യം ജിസേലിൻ്റെ ഡ്രസ്സുകളും സാധനങ്ങളൊക്കെ കയറ്റി വിട്ടിരിക്കുകയാണ്. അപ്പോൾ പിന്നെ ജിസേലിന് ഇത് ചെയ്യേണ്ട ആവശ്യമില്ല. കാര്യം മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്യേണ്ട ആവശ്യം എന്താണ്? ഇത് ചെയ്തെന്ന് പറഞ്ഞുകൊണ്ട് ആരെങ്കിലും ഒരു ഫേവർ എനിക്ക് തോന്നുന്നില്ല ഒരിക്കലും ജിസേലിനോട് ചെയ്യുമെന്ന്. ആ ജിസേൽ നമുക്ക് വേണ്ടി മുടി മൊട്ടയടിച്ചു, അതുകൊണ്ട് നമ്മൾ ഇനി മുതൽ ജിസേലിന് നോമിന് ചെയ്യണ്ട എന്നാരെങ്കിലും പറയുമോ? പറയില്ല. അതുകൊണ്ട് അത് അവരുടെയും മൈൻഡ് ഗെയിം ആയിട്ട് എനിക്ക് കരുതാൻ പറ്റൂ. കാര്യം മറ്റുള്ളവർക്ക് വേണ്ടി നമ്മളെന്ത് സഹിക്കണം. അതുകൊണ്ട് ആര്യൻ്റെയും ജിസേലിൻ്റെയും മൈൻഡ് ഗെയിമാണിത്. അങ്ങനെ നമുക്ക് അങ്ങനെയും കരുതിക്കൂടെ? കാര്യം എന്ന് പറയുന്നത് 750 പോയിന്റിന് വേണ്ടിയിട്ട് ഫാമിലി വന്നാൽ മതി, പോയിന്റ് വേണ്ട എന്ന് തീരുമാനിച്ച ആളുകൾ എല്ലാവരും കൂടെ തന്നെ തീരുമാനിച്ചത് കേട്ടോ. ആ ആളുകൾ ജിസയിലോ ആര്യനോ മുടി മൊട്ടയടിക്കണം എന്ന് പറയുന്നത് അത് അവർ ഗെയിമാണ്. കാര്യം ഇവരുടെ മൊട്ടയടിച്ച് കാണാൻ വേണ്ടിയിട്ടല്ല, അല്ലാതെ ഇവർക്ക് 1000 പോയിന്റ് കിട്ടാൻ വേണ്ടിയിട്ടല്ല. ഈ 1000 പോയിന്റിന് ആകെ കിട്ടുന്നത് 1-2 കിലോ ചിക്കൻ എങ്ങാണ്ട, അല്ല പിന്നെ നൂഡിൽസോ കിട്ടും. ഇതിന് വേണ്ടിയിട്ട് ഇവർ മൊട്ടയടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ അത് അവരുടെ മൈൻഡ് ഗെയിം തന്നെയാണ്. എനിക്ക് ഇപ്പം എല്ലാവരും ബിഗ് ബോസിൻ്റെ മൈൻഡ് ഗെയിം കളിച്ചു, അനീഷിൻ്റെ ഗെയിം കളിച്ചു, ആര്യനും ജിസേലും അവരെ ഗെയിം കളിച്ചു. കാര്യം ആര്യന് ഡ്രസ്സ് കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്, ജിസേലിനാണെങ്കിൽ ഓൾറെഡി ഒന്നും കിട്ടില്ല. ജിസേലിൻ്റെ പെട്ടിയൊക്കെ പാക്ക് ചെയ്ത് വിട്ടു. അപ്പോൾ പിന്നെ ജിസേൽ ഇതിന് വേണ്ടി ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഒരിക്കലും ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ പിന്നെ ഇവിടെ എല്ലാവരും മൈൻഡ് ഗെയിം കളിച്ചു എന്ന് മാത്രമേ എനിക്ക് പറയാൻ പറ്റൂ. അല്ലാതെ അനീഷ് മാത്രം മൈൻഡ് ഗെയിം കളിച്ചു എന്ന് പല ആളുകളും പറയുന്നത് കേട്ടു. എനിക്ക് തോന്നുന്നില്ല. എല്ലാവരും അവരവരുടെ ഗെയിമാണ് കളിച്ചത്.